ഇന്ന് അധപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വീഴുകയാണ്. പള്ളികൾ കാലിയാണ്, നമസ്കരിക്കാൻ ഒരു ചെറുപ്പക്കാരനുമില്ല. എല്ലാ പള്ളികളും AC കൊണ്ട് ശീതള ഛായയിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. വയോവൃദ്ധന്മാരായ കുറെ കിഴവന്മാര് 5-6 കസേരയിൽ നമസ്കരിക്കുന്നതല്ലാതെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് മുഴുവനും പാതിരാത്രി 12 മണി വരെ വഴിയോരങ്ങളിൽ നിന്ന് നെറ്റിൽ കളിച്ചിട്ട് 8-10 മണി വരെ കിടന്നുറങ്ങുമ്പോ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് സഹോദരങ്ങളെ. പള്ളികളിൽ നീ വരേണ്ടതില്ല. ആ പള്ളികൾ ഇസ്ലാമിന്റെ ശത്രുക്കളെ കൊണ്ട് തകർക്കപ്പെടുകയാണ്. ചെറുപ്പക്കാരൻ നോക്കി ആടുണ്ട്. എല്ലാ ചെറുപ്പക്കാരനും വഴിയോരത്തുണ്ട്. കുറെ കിളവന്മാർ മാത്രം പള്ളിയിൽ. എവിടെ നമസ്കരിക്കാം? പള്ളിയോ AC, പള്ളിയോ നല്ല അലങ്കാരികമായ പള്ളി, മനോഹാരിതമായ പള്ളി, ചേതോഹാരിതമായ പള്ളി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാലഘട്ടം വരും, ആ കാലഘട്ടത്തിൽ മസ്ജിദുകൾ കൊണ്ട് ജനങ്ങൾ പ്രൗഢി നടിക്കുമത്രേ. മസ്ജിദ് കൊണ്ട് ജനങ്ങൾ പ്രൗഢി നടിക്കും. ഞങ്ങളുടെ മസ്ജിദ് അങ്ങനെ, ഞങ്ങളുടെ പള്ളി അങ്ങനെ, ഞങ്ങളുടെ പള്ളി അങ്ങനെയാണ്, ഞങ്ങളുടെ പള്ളി 10 കോടിയുടെ 20 കോടിയുടെ. നിസ്കരിക്കാനും പ്രസിഡന്റും കാണൂല, സെക്രട്ടറിയും കാണൂല, ഒരു ഉസ്താദിനും ഒരു മുക്രിച്ചായി 2 മുത്താലിമും കാണും. നാട്ടിൽ ആളുകളില്ലാത്ത കൊണ്ടാണോ? അല്ല. ഓരോ വഴിയോരങ്ങളിൽ, ഓരോ റോഡ് സൈഡുകളിൽ മസ്ജിദുകൾ ഉണ്ടാകും. ആരും അവിടെ നമസ്കരിക്കാൻ ഉണ്ടാവുകയില്ല. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമായി നിങ്ങൾ കാണണേ. കൊച്ചുകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടാൽ ഖിയാമത്തിന്റെ കാലമായി കാണണേ. ആണിന്റെ വേഷം പെണ്ണ് ധരിക്കുകയും പെണ്ണിന്റെ വേഷം ആണ് ധരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വന്നാൽ അത് ഖിയാമത്തിന്റെ നാളായി നിങ്ങൾ എണ്ണിക്കൊള്ളണേ. പരിശുദ്ധമായ സൗദിയുടെ മണ്ണ്, അല്ലാഹുവിന്റെ റസൂൽ ജനിച്ച മണ്ണ്, ഹബീബായ തങ്ങൾ വഫാത്തായ മണ്ണ്, ഹബീബായ തങ്ങളുടെ മുബാറക്കായ ശരീരമടക്കം ചെയ്യപ്പെട്ട മണ്ണ്, ആ പവിത്രമേറിയ മണ്ണിന്ന് മലീമസമായി കൊണ്ടിരിക്കുകയല്ലേ. 1,80,000-ഓളം പേരാണ് കഴിഞ്ഞ രാത്രിയിൽ സൗദിയുടെ കീഴിൽ നൃത്തം കാണുന്നതിന് വേണ്ടി ആ നൃത്തസന്ധ്യയിൽ പങ്കെടുക്കാൻ എത്തിയത്. 1,80,000 പേര് സൗദിയുടെ മണ്ണിൽ. എന്തായിരുന്നു അവരുടെ വേഷം? ശരീരത്തോട് ഒട്ടിക്കിടക്കുന്ന വസ്ത്രം, ചെറിയ നൈസ്, ചെറിയൊരു 2 പീസ്, ഇന്നർ 2 പീസ്. അത് മന്ത്രം പറഞ്ഞാൽ അതേ ഉള്ളൂ. 1,80,000 പേര് കണ്ട് ആസ്വദിക്കുകയാണ്. ഏത് മണ്ണ്? പരിശുദ്ധമായ മദീന പള്ളിയുടെയും പരിശുദ്ധമായ മക്കയുടെ പരിസരത്തും കുഫാറുകൾക്ക് കയറാൻ അവകാശമില്ല എന്ന് 1000 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ച പ്രഖ്യാപനത്തെ കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? എന്തിനാണ് ജസീറത്തുൽ അറബിൽ മീഖാത്ത് സ്ഥാപിച്ചത്? എന്തിനാണ് സഹോദരങ്ങളെ? ഒരൊറ്റ കുഫാറുകൾ പോലും ഈ പരിശുദ്ധമായ മണ്ണിൽ കാലുകുത്താൻ പാടില്ല എന്ന് ലോകത്തിന്റെ നേതാവ് പ്രഖ്യാപനം മുഴക്കിയ ആ മണ്ണിൽ നോൺ മുസ്ലിം നോട്ട് അലൗഡ് എന്ന ബോർഡ് എടുത്തു മാറ്റിയിട്ട് പരിശുദ്ധ പ്രവാചകന്റെ ഖുബ്ബയുടെ കീഴേ വന്ന് നിന്നിട്ട് ഒരാ മുസ്ലിം സഹോദരനായ വ്ലോഗർ അവന്റെ യൂട്യൂബ് ചാനലിലൂടെ നബി തങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. അള്ളാന്റെ റസൂല് വിലക്കിയ മണ്ണാ. ഒരു മുശ്രിക്കിന് പോലും ഈ മണ്ണിൽ പ്രവേശനമില്ല എന്ന് പഠിപ്പിച്ച ആ പരിശുദ്ധമായ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വന്നിരുന്നു കൊണ്ട് ഒരാ മുസ്ലിം സഹോദരൻ മദീനയെ ലോകത്തോട് പരിചയപ്പെടുത്തുകയാണ്. തീർന്നില്ല സഹോദരങ്ങളെ, പരിശുദ്ധമായ ഉംറയും ഹജ്ജും ഇനി നമുക്കത് നിർവഹിക്കണമെങ്കിൽ അതിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നത് ജൂതന്മാരാണ്. പാവപ്പെട്ട ഫലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കിയ ബഹുമാനപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിനെ തകർക്കാൻ വെമ്പൽ കൊള്ളുന്ന ആ ജൂതന്മാരാണ്. ഇനി മുതൽ പരിശുദ്ധമായ കഅബയിൽ ആരാണ് വരേണ്ടത്, ആരാണ് തവാഫ് ചെയ്യേണ്ടത്, ആരാണ് മദീനയിൽ പോകേണ്ടത്, ഇത് തീരുമാനിക്കുന്നത് ജൂതന്മാരാണ്. അവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചില്ലേ? അള്ളാന്റെ റസൂലിന് തെറ്റുപറ്റിയോ? ഇല്ല 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 ഇല്ല. ഒരു കാലഘട്ടം എന്റെ സമുദായം കാണാൻ പോകുന്ന സത്യമാണ്. ലാ തഖൂമുസ്സാഅ ഹത്താ യൽഹിഖ ഫിആമുൻ മിൻ ഉമ്മത്തി മിനൽ
മുശ്രിക്കീൻ ഔ കമാ ഖാല അലൈഹിസ്സലാം. എന്റെ സമുദായത്തിലെ ഒരു വിഭാഗം ജൂത നസ്രാണികളെ പോലെ മുശ്രിക്കീങ്ങളെ പോലെ അധപ്പതിച്ച് അവരുമായി കൂട്ടുകൂടി ഇസ്ലാമിക ആശയ ആദർശങ്ങളെ പണയപ്പെടുത്തുന്ന ഒരു കാലഘട്ടം വരാതെ ലാ തഖൂമു സ്സാഅ, ലോകമസ്തമിക്കുകയേ ഇല്ല. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളിയിലേക്ക് അവസാനം ഈമാനുള്ളവർ ഒരുമിച്ച് കൂടുകയും അവിടവും നിശ്ചലമാകുമ്പോ ആ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ പട്ടികൾ കയറി കാഷ്ടിക്കുകയും മൂത്രമൊഴിക്കുകയും ചെയ്യുന്ന ഒരു കാലം വരാതെ ലാ തഖൂമു സ്സാഅ, ലോകമസ്തമിക്കുകയില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മദ്യം വലിച്ചെറിയണേ, മയക്കുമരുന്ന് വലിച്ചെറിയണേ. അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് വേണോ? ഹബീബായ തങ്ങളെ കാണണോ? അവിടുത്തെ മുബാറക്കായ കൈകൾ കൊണ്ട് ഹൗദൽ കൗസറിന്റെ വെള്ളം കുടിക്കണോ? നാളെ നരകത്തിലേക്ക് ഉത്ബത്തും ശൈബത്തും അബൂജഹലും ഉബൈ ഇബ്നു ഖലഫും പരിശുദ്ധമായ ഇസ്ലാമിനെ നാണം കെടുത്തി അവഹേളിച്ചവനെല്ലാം നരകത്തിന്റെ പടുകുഴിയിലേക്ക് വീഴുമ്പോ അവിടെ വെള്ളത്തിന് വേണ്ടി സ്വർഗാവകാശികളോട് യാചിക്കുമ്പോ സത്യവിശ്വാസികളായ മുസ്ലിം ചെറുപ്പക്കാരാ, ചെറുപ്പക്കാരികളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് വേണോ? ഹബീബായ തങ്ങളുടെ മുറാഫഖത്ത് വേണോ? അല്ലാഹുവിന്റെ റസൂലിന്റെ മുബാറക്കായ കൈകളിൽ നിന്ന് ഹൗദൽ കൗസർ വേണമോ? അല്ലാഹുവിന്റെ റസൂലിനെ മുറുകെ പിടിക്കണേ, ആ വഴികളിലൂടെ സഞ്ചരിക്കണമേ. അതിനാണ് നമ്മുടെ പണ്ഡിതന്മാരെ നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വാലിഹായ വഴികൾ കാണിച്ചു തരുന്നത്. ആ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണേ. എന്തിനാണ് മയക്കുമരുന്ന്, എന്തിനാണ് കഞ്ചാവ്, എന്തിനാണ് ഈ പെണ്ണിന്റെ പിന്നാലെ പോകുന്നത്? അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങണേ. ഇബ്രാഹിം ഇബ്നു അദ്ഹം ആരായിരുന്നു? എത്രയോ പെൺകുട്ടികളായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നത്. എത്രയോ പെൺകുട്ടികളുമായി ചങ്ങാത്തം സ്ഥാപിക്കുകയും രാത്രി കിടക്കകൾ പങ്കിടുകയും ചെയ്തിരുന്ന മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം വലിച്ചെറിഞ്ഞില്ലേ? അതെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം കുടുംബത്തെ പോലും ഒഴിവാക്കിയിട്ട് അല്ലാഹുവേ, നിന്നെ എനിക്ക് കാണണം നാഥാ, നിന്റെ ഹബീബിനെ എനിക്ക് കാണണം നാഥാ, ആ സ്വർഗത്തിൽ എനിക്ക് എത്തണം അല്ലാ എന്ന ചിന്തയോടുകൂടി ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഭൗതികമായ രസാനുഭൂതികൾ വലിച്ചെറിഞ്ഞില്ലേ? തറക്തുൽ ഖൽഖ തുറൻ ഫീ റിളാക വൈതംതുൽ ഇയാല ലികൈ അറാക. തറക്തുൽ ഖൽഖ തുറൻ ഫീ റിളാക വൈതംതുൽ ഇയാല ലികൈ അറാക. ചെങ്കോലും കിരീടത്തിന്റെയും ഉടമസ്ഥനായിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു ഭയങ്കരമായ കോൺക്രീറ്റ് സൗധത്തിന്റെ കോട്ട കൊത്തളങ്ങളിൽ അധിവസിച്ചിരുന്ന സുന്ദരികളായ വെഞ്ചാമരം വീശിക്കൊടുത്തുകൊണ്ടിരുന്ന സുന്ദരികളായ പെൺകുട്ടികളുടെ ഇടയിലൂടെ ജീവിച്ചിരുന്ന ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം വലിച്ചെറിയുകയാ. അതെല്ലാം കാലത്തിന്റെ ചവിട്ടുകൊട്ടയിലേക്ക് തള്ളിക്കളയുകയാണ്. എന്തിനാണ്? ലികൈ അറാക, അല്ലാഹുവേ, എനിക്ക് നിന്നെ കാണണം നാഥാ, കാണണം നാഥാ. ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം സ്വർഗ്ഗം ലഭിക്കലല്ല, ഹൂറുൽ ഐനെ കല്യാണം കഴിക്കലല്ല, പിന്നെ അല്ലാഹുവിനെ കാണലാണ്, അല്ലാഹുവിനെ കാണലാ. വജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ. ആ റബ്ബിനെ കാണണോ? ആ റബ്ബിന്റെ ഓരത്ത് എത്തണോ? അവന്റെ സ്വർഗത്തിൽ പരിലസിക്കണോ? യുവാക്കളെ, യുവാക്കളെ, യുവതികളെ, കഞ്ചാവ് വലിച്ചെറിയണേ, മദ്യപാനം ഒഴിവാക്കണേ, ഈ മസ്ജിദിലേക്ക് വന്ന് സുജൂദിന് വീഴണേ. ഈ മസ്ജിദിന്റെ സഹചാരിയായിരുന്ന ഒരു ഉസ്താദിനെ കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തില്ലേ? ഒരു ദാരിമി ഉസ്താദ് പെട്ടെന്ന് മരണപ്പെട്ടു പോയെങ്കിൽ അദ്ദേഹം പള്ളിയുമായി ബന്ധപ്പെട്ട മനുഷ്യനായതുകൊണ്ട് പള്ളിയിൽ കിടന്നും മരിക്കേണ്ട ഭാഗ്യം ലഭിച്ചില്ലേ?
അല്ലാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയാൽ എത്ര വലിയ ഭാഗ്യമാണ്. എത്രയോ ചെറുപ്പക്കാര് ബാറിൽ കിടന്ന് മരിക്കുന്നു, മദ്യഷാപ്പിൽ കിടന്ന് മരിക്കുന്നു, മദ്യപിച്ച് മരിക്കുന്നു, കഞ്ചാവ് കഴിച്ചിട്ട് മരിക്കുന്നു. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അവരുടെ മയ്യത്ത് മുസ്ലിം ഖബർസ്ഥാനിൽ അടക്കരുതേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജന്നിബൂഹു ജാറസൂ. അഹങ്കാരികളുടെ തെമ്മാടികളുടെ മയ്യത്ത് മുസ്ലിം ഖബർസ്ഥാനിൽ നിന്ന് മാറ്റി അടക്കണേ. ഇദ്ഫനൂ മൗതാകും വസത ഖൗമിൻ സാലിഹീൻ. നിങ്ങളുടെ മയ്യത്ത് ഔലിയാക്കളെ അടക്കം ചെയ്യപ്പെട്ട, സാലിഹീങ്ങളെ അടക്കം ചെയ്യപ്പെട്ട, മുത്തഖീങ്ങളെ അടക്കം ചെയ്യപ്പെട്ട മസ്ജിദുകളിൽ നിങ്ങളുടെ മയ്യത്തുകൾ അടക്കണേ. നമസ്കാരമില്ലാത്ത മദ്യപാനികളായ കഞ്ചാവ് കഴിക്കുന്നവരുടെ മയ്യത്തുകൾ അടക്കം ചെയ്യപ്പെട്ട മസ്ജിദുകളുടെ മഖ്ബറയിൽ നിങ്ങളുടെ മയ്യത്ത് അടക്കരുതേ. കാരണം അവർക്കിറങ്ങുന്ന ശിക്ഷയുടെ ഒരനുഭവം ഈ ഖബറാളികൾക്കും ഉണ്ടാകുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി.